പറഞ്ഞു, മാതാവേ എനിക്ക് പറ്റത്തില്ല, ഇവിടുന്ന് എന്നെ പൂർണ്ണ ആരോഗ്യത്തോട് ഇറക്കണം. എൻ്റെ മക്കൾക്ക് ഒരു താങ്ങായി ഞാൻ എന്നും ഉണ്ടാവണം. അവരൊരു കരയിലെത്തുന്നത് വരെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ എന്നെ അവർക്ക് കണ്ട് ഇരിക്കാനെങ്കിലും എന്നെ നീ കൊടുക്കണം എന്ന് പറഞ്ഞ് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ചുറ്റിനും ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ വന്ന് എൻ്റെ തോളത്തിട്ട് തട്ടിയിട്ട് ജയറാം ഡോക്ടറോട് പറഞ്ഞു, ഇവള് ദൈവാനുഗ്രഹമുള്ളൊരു കുട്ടിയാണ്, നീ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അപ്പോഴും ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല, ആ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ ഡോക്ടർ വീണ്ടും എന്നോട് വന്നിട്ട് പറഞ്ഞു, നീ റൂമിലോട്ട് പോയിക്കോളൂ, നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കണ്ട ഹോള് 3 അവിടെ ഇല്ല. ആ അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ മേല. എൻ്റെ കണ്ണുനീര് അവിടെ കൂടി ഒഴുകിയപ്പോൾ ഡോക്ടർ എൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ കരമല്ല, നീ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവമാണ് നിൻ്റെ കണ്ണുനീർ തുടച്ചത്. ഞാൻ നിൻ്റെ റൂമിൽ വരുന്നുണ്ട് നിന്നെ കാണാൻ. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ആൻജിയോഗ്രാം പൂർത്തിയാക്കി എന്നെ ICUയിലേക്ക് മാറ്റി. പിറ്റേ ദിവസം ഞാൻ റൂമിലോട്ട് പോന്നു. റൂമിൽ വന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ ആരോടാടി പ്രാർത്ഥിക്കുന്നേ? നീ എൻ്റെ വീട് പുന്നപ്രയിലാണ്, അപ്പോൾ പുന്നപ്ര പള്ളിയിലാണോ നീ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പുന്നപ്ര പള്ളിയിൽ പോകും. ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഡോക്ടറെ. അതിനകത്തൊന്നും ഞാൻ എൻ്റെ ഉടമ്പടിയിലൊന്നും എൻ്റെ രോഗാവസ്ഥകളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ, എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയായിരുന്നു ഉടമ്പടിയിലുണ്ടായിരുന്നത്. അതേ തുടർന്ന് ഈ മെയ്യിൽ എൻ്റെ വീട്ടിലിരുന്ന മാതാവിൻ്റെ ഒരു രൂപം, ഒരു കല്ല് രൂപം എൻ്റെ കാലിലൊന്ന് വീണു. ആരുമില്ലായിരുന്നു ശല്യപ്പെടുത്താൻ, തനിയെ ഉരുണ്ട് എൻ്റെ കാലിൽ വീഴുകയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ രൂപത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ രൂപമുണ്ട്. പക്ഷേ എൻ്റെ കാലിലൊരു ചെറിയ മുറിവുണ്ടായി. ആ മുറിവ് 3 ദിവസം വേദനയില്ലാതെ ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ 3-ാം ദിവസം എനിക്കൊരു വേദന തന്നു. ആ വേദനയെ തുടർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കാലിലെ മുറിവ് പഴുക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പല ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ബ്ലഡിലെ കൗണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കാലിൽ പഴുപ്പ് വരാൻ തുടങ്ങി.